എല്ലാവർക്കും പുള്ളി ഐസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സാമ്പാർ ചീരയും കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വെറൈറ്റി പിടിക്കട്ടെ എഴുതിയിട്ടാണ്. അപ്പോൾ ഇതാണ് ചീര. ഈ പറമ്പ് ഫുള്ള് പരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുറത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം ഉണ്ടാകുന്ന സാധനമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തോരനുള്ള ചീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് സാധനമാകുകൊണ്ട് നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ വിഷയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഴിക്കുമ്പോൾ ചിലർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതേപോലെ പൂവ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. പൂവും ഇതേപോലെ കായും അതെല്ലാം കളഞ്ഞിട്ട് വേണം എല്ലാം എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാട്ടി തരാൻ വേണ്ടിയാണ്. അപ്പോൾ പൂവും കായും എല്ലാത്തിൻ്റെയും കളയണം, മെയിൻ നോക്കേണ്ട കാര്യമാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം മുങ്ങുന്ന വിധത്തിൽ 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഇതിൻ്റെ പൂവും ഇതേപോലെ കായകളും എല്ലാം കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായി കഴുകണം. അപ്പോൾ എല്ലാം മുങ്ങി വരുന്ന പോലെ വെക്കാം. നന്നായി മുങ്ങിയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ധാരാളം ഉണ്ടെന്ന് തോന്നും. പക്ഷേ നമ്മളിത് ഒന്ന് വേവിച്ച് തോരനാക്കി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവും. ധാരാളം എടുക്കാൻ ശ്രമിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാതും അരിയേണ്ട വിധത്തിലാക്കി വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചീര ഈ ഒരു അളവിൽ അരിഞ്ഞെടുക്കണം. നമുക്കിനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വലിയ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 എണ്ണം മതി, വലുതാവും കൊണ്ട്. ഒരു 5 ഉള്ളി, 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇത് വലുതായത് കൊണ്ട് 1 മതി. 2 വെളുത്തുള്ളി, ഒരു 1/2 കപ്പ് തേങ്ങ. ഇതുകൂടി അതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഈ പാചകത്തിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഒരു സ്റ്റീൽ പാത്രമാവും കൊണ്ട് നമ്മൾ കത്തിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ നല്ല തുടച്ച് നനവൊന്നും ഇല്ലാതെ ഫസ്റ്റ് എണ്ണ ഒഴിച്ചതിന് മാത്രമേ ഉള്ളൂ സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പുകഞ്ഞു പോകാനുള്ള ചാൻസ് ഓവറാണ്. 2 ടീസ്പൂൺ എണ്ണയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. കോക്കനട്ട് ഓയിലാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വറ്റൽ മുളക് പൊട്ടിച്ചിടാം.
അപ്പോഴേക്കും നമുക്ക് ഇത് ചതച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം. വെള്ളമൊക്കെ നല്ല ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അരച്ച് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.